നമ്മുടെയൊക്കെ വീട്ടിലെ പെറ്റ് ഡോഗ്സ് നമ്മളെ ഫർണിച്ചറിൻ്റെയൊക്കെ കാല് കടിച്ച് പറിക്കും, നമ്മൾ സോഫ നശിപ്പിക്കും, നമ്മളെ ഇന്നലെ വാങ്ങിയ ചെരുപ്പ് ഇന്ന് രാവിലെ കാണുമ്പോൾ അവൻ കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അല്ലേ. നമ്മൾ അന്നേരം എടുത്തിട്ട് അലക്കും അല്ലേ, നമ്മൾ തെറി പറയും, നമ്മൾ കല്ല് പെറുക്കി എറിയും, കിട്ടിയ കൈ കിട്ടണമെങ്കിൽ പൊട്ടിയിലും കൊടുക്കും അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വടാ ഇവിടെ നോക്കിക്കാൻ വാലാട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ മേത്ത് ചാരി കിടക്കും അല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ടോർച്ചർ ചെയ്താലും ആശാൻ അടുത്ത മൊമെൻറ്റിൽ അത് മറന്നു കളഞ്ഞിട്ട് നമ്മളുള്ള സ്നേഹം പ്രകടിപ്പിക്കും. അപ്പോഴാണ് വേറൊരുത്തം നമ്മുടെ മേത്തോട്ട് കൈ വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവനെ കടിച്ച് കീറും. വീട്ടിലാരെയും വന്ന് അതിക്രമം കാണിച്ച് അവൻ്റെ കാര്യം കട്ടപ്പോക അല്ലേ. അപ്പം ഞാൻ ഓർത്ത് ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് നമ്മൾ കൊടുത്ത കഠോരമായുള്ള ശിക്ഷകളൊക്കെ മേടിച്ചിട്ട് അടുത്ത മൊമെൻറ്റിൽ ഇവനെങ്ങനാ ഇത് മറന്നു കളഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കാൻ വീണ്ടും അവന് പറ്റുന്നേ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴേ ഞാൻ ഓർത്ത് പാവം പൊട്ടൻ, ഇവന് ബുദ്ധിയിൽ ഇവ മറന്നു പോവാ. ഞാൻ ഇപ്പോൾ ഉപദ്രവിച്ചിട്ട് അടുത്ത സെക്കൻഡിൽ അവൻ മറന്നുപോയി. അവൻ എത്രത്തോളം ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇത് അതല്ല ഐറ്റം. ഇവനെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. നമ്മളെ വീട്ടിലെ പെറ്റാവണമെന്ന് ഒരു നിർബന്ധമില്ല. അടുത്ത വീട്ടിലെ പെറ്റാണെങ്കിൽ പോലും റോട്ടിൽ തെണ്ടി കിടക്കുന്ന പട്ടിയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, കുറച്ച് സ്നാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് തലോടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവനൊരു 10 വർഷം കഴിഞ്ഞാലും ജീവനുണ്ടെങ്കിൽ അവരും ജീവനുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കാണാനിട വന്നിട്ടുണ്ടെങ്കിൽ അവരും വീണ്ടും നമ്മുടെ അടുത്ത് ആ നന്ദി കാണിക്കും, നമ്മോട് സ്നേഹം കാണിക്കും, നമ്മുടെ അടുത്ത് വാലാട്ടിക്കൊണ്ട് വരും, നമ്മളെ നക്കും. അപ്പം അവൻ്റെ പ്രശ്നം ഓർമ്മയല്ല, അവൻ്റെ പ്രശ്നമുണ്ടല്ലോ, കളയേണ്ടത് കളയും. അവന് നന്ദി കാണിക്കാൻ അവനുണ്ടല്ലോ, അവനെ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് ഏത് പട്ടിയുള്ളൂ. മനുഷ്യനൊക്കെ കണ്ട് പഠിക്കണ്ടേ. പട്ടിയാവാൻ പറ്റുമോ? പട്ടിയായാലോ? പട്ടിയാവാൻ പറ്റുമോ? പട്ടിയെങ്കിലും ആവാൻ പറ്റുമോ? ചില മനുഷ്യന്മാരുണ്ട് കേട്ടോ, പട്ടിയെ കണ്ട് പഠിക്കണം.